السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أنت المنادى به في كل حادثة. أنت الإله وأنت الذخر والأمل. أنت الغياث لمن سدت مذاهبه. أنت الدليل لمن ضلت به السبل. إنا قصدناك والآمال واقعة عليك والكل ملهوف ومبتهل. വേദിയിലും സദസ്സിലുമുള്ള HKSMന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഈ ശബ്ദം അകലെ നിന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ ഏറ്റവും ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ആമുഖം പറയാൻ ഉദ്ദേശിക്കാതെ വിഷയത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. لا إله إلا الله محمد رسول الله
വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കലിമത്തു ഷഹാദയുടെ പ്രധാനപ്പെട്ട രണ്ട് കലിമത്തുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യൻ മുസ്ലിമായി തീരണമെങ്കിൽ നിർബന്ധമായും അവൻ അറിയുകയും അവൻ്റെ ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തദനുസൃതം പ്രവർത്തിക്കുകയും ചെയ്യൽ നിർബന്ധമായി തീരുന്ന സുപ്രധാനമായ രണ്ട് വചനങ്ങൾ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരാൾ മുസ്ലിമാവില്ല. ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് അംഗീകരിച്ചതുകൊണ്ട് അയാൾ മുസ്ലിമാവില്ല. ഇത് രണ്ടും ഒരേ രൂപത്തിൽ അയാൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും തൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് അയാൾ മുസ്ലിമാവുക. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും സമുദായത്തോട് വളരെ ഗൗരവതരമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആശയമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ പ്രവാചകന്മാരുടെ പേരുകൾക്ക് വ്യത്യാസമുണ്ടാകും, പക്ഷെ വിശ്വസിക്കേണ്ട കലിമത്തിന് വ്യത്യാസമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ ഗൗരവതരമായി പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അതിന് ശേഷം വരുന്ന പ്രവാചകനും. കഴിഞ്ഞകാല പ്രവാചകന്മാരെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പ്രവാചകനെ കുറിച്ചാണ് എന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദുർ റസൂലുള്ളയും എങ്ങനെ പരസ്പര പൂരകങ്ങളായി പരസ്പര ബന്ധിതങ്ങളായി നിൽക്കുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് മുസ്ലിം സമുദായത്തിന് വന്ന അപജയം? എന്താണ് മുസ്ലിം സമുദായത്തിന് വന്ന അബദ്ധം? എന്താണ് മുസ്ലിം സമുദായത്തിന് വന്ന പതനം? പരിശോധിക്കുമ്പോൾ അറിയാം, ഈ രണ്ട് വചനങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് വലിയ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേവലം ഒരു വർത്തമാനം പറഞ്ഞു പോകലല്ല, ആധികാരികമായ സംസാരമാണ്. വെറുതെ പറഞ്ഞു പോകുന്നതല്ല, ആർക്കെങ്കിലും എതിരെ ഒരാരോപണം ഉന്നയിക്കുന്നതല്ല. ഇത് ഗൗരവതരമായി സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് വരെ ആ വിഷയത്തെ സ്വതന്ത്രമായി ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ഗൗനിക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ചെറുതല്ല, വലിയ ദുരന്തങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് മംഗലാപുരത്തേക്ക് പോരാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു സഹോദരൻ കടന്നു വന്നു. ഒരു 10-55 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. എൻ്റെ പേര് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനൊരു EK സുന്നിക്കാരനാണ്.
സുന്നി എന്ന് പറഞ്ഞാൽ സുന്നി എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സമസ്ത. ഇപ്പം ഔദ്യോഗിക സമസ്ത ആരാന്നറിയാൻ ഇനിയും ഗവേഷണം നടത്തേണ്ട അവസ്ഥയിലുള്ളത്. കാരണം ഇപ്പം അതിൽ ഷജറയും ഹജറും ഒക്കെ കൂടിയിട്ടെല്ലാം കൂടി ഒരു അവിയലും പരുവായിട്ടുണ്ട് ഇപ്പോൾ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം അദ്ദേഹം എന്നോട് ഈ അടുത്ത കാലത്തുണ്ടായ, ഇപ്പം കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു ജാറത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ആന, അതുപോലെ തന്നെ ചെണ്ടമേളം പോലെയുള്ള സംഗതികളൊക്കെ, അതിൻ്റെ വീഡിയോ എന്നെ കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങളിതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അംഗീകരിക്കൂല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചാലും ഞാനിത് അംഗീകരിക്കൂല. കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. എന്താണെന്നറിയോ, സലഫി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൻ്റെ, സലഫി പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയത്തിൻ്റെ അതിൻ്റെ അലയൊലികൾ അത് എത്രത്തോളം ആഴത്തിൽ പതിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അത്. അദ്ദേഹം പറയാണ്, ഈ ഖബറിൽ, ജാറങ്ങളിൽ, മഖാമുകളിൽ ഈ കാണിക്കുന്ന തോന്നിയാസങ്ങൾ, പേക്കൂത്തുകൾ. ഇനി അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഉറപ്പിക്കാൻ ഒരു വർത്താനം കൂടി എന്നോട് പറഞ്ഞു. ഞാൻ ആസാമിൽ പോയിട്ടുണ്ട്. കാരണം അവിടെ ദാറുൽ ഹുദ ചെമ്മാട് ദാറുൽ ഹുദയുടെ അതിനോടനുബന്ധമായൊരു സ്ഥാപനം അവിടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉസ്താദന്മാരൊക്കെ ആയിട്ട് ഞാൻ ആസാമിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള സംസാരമൊക്കെ മധ്യത്തിൽ വന്നു. അപ്പം അദ്ദേഹം പറയാണ്, ഇങ്ങനെ നടക്കുന്ന ഈ ആചാരങ്ങൾ യഥാർത്ഥത്തിൽ ഒരാൾ വലിയാണ് എന്ന് പറയാൻ പോലും നമുക്ക് ഉറപ്പിച്ചു പറ്റില്ലല്ലോ. അയാൾ വലിയാണോ എന്ന് ആര് പറയണം? അള്ള പറയണം. അള്ള പറഞ്ഞാൽ ആ പറഞ്ഞത് നമുക്കറിയാൻ പറ്റൂലല്ലോ. അപ്പൊ ആരൊക്കെ വലിയുണ്ട്, ആരൊക്കെ വലിയല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂലല്ലോ. ഇനി ഒരാൾ വലിയായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അയാൾക്ക് ഗുണമല്ലേ, നമുക്കെന്ത് ഗുണം? നമ്മളെ പണി എന്താണ്? അയാൾ വലിയാകാൻ കാരണമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ ആ പ്രവർത്തനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഞാൻ മറുപടി ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടിരുന്നു. ഞാൻ പലവൊരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം തീർത്തും ഖുറാഫാത്തിന്റെ, തീർത്തും അന്ധവിശ്വാസ അനാചാരങ്ങളുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ജാറ വ്യവസായങ്ങളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ അതിനെ പൂർണ്ണമായും എതിർക്കുന്ന തരത്തിലേക്ക് അവിടെയുള്ള ആളുകളുടെ തന്നെ മനസ്സിന് മാറ്റമുണ്ടാകുന്നുണ്ട് എന്നത് വലിയ സന്തോഷകരമായൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ ചില ആളുകൾക്ക് ഭയങ്കര വെറുപ്പുണ്ടാവും. യഥാർത്ഥത്തിൽ മസ്ബൂക്കുകളായി നിസ്കരിക്കാൻ ആളുണ്ടെങ്കിൽ ഇമാം എന്ത് ചെയ്യാൻ പാടില്ല? ഉറക്കെ പ്രാർത്ഥിക്കാൻ പാടില്ല. നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഖുർആൻ ഓതൽ പാടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ തന്നെ പ്രബലമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഉച്ചഭാഷിണി തന്നെ ഉപയോഗിച്ചുകൊണ്ട് പിന്നിൽ നിസ്കരിക്കുന്ന ആളുകളുടെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അത് ദീനല്ല, അത് അല്ലാഹുവിന്റെ മതമല്ല, അത് മദ്ഹബ് പറഞ്ഞതുമല്ല. സ്വന്തം ആശയം പോലും പരിഗണിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സമൂഹത്തിന്റെ മനസ്സ് കുടുസാകുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഗൗരവതരമായി ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത്. അതെന്താണ്?
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിഷയം അതീവ ഗൗരവതരമായി പഠിപ്പിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രമല്ല, അതിൽ പറയപ്പെടുന്ന അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയുടെ അർത്ഥം അതെന്താണെന്ന് പറഞ്ഞു തരാൻ, അതെന്താണെന്ന് പറയാൻ കഴിയാത്ത മുസ്ലിം സമുദായം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഗൗരവതരമായ ഒരു ചിന്തയാണ്. എന്താണ് അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം? എന്താണ് അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം? അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അതറിയുന്നില്ല. ചോദിച്ചാൽ ഏകനാണ്, ഖാലിഖാണ്, പിന്നെ അങ്ങനെ പലതും പറയാമെന്നല്ലാതെ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയുടെ ശരിക്കുള്ള അർത്ഥം പോലും അറിയാത്തവരായി മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന ഈ കലിമത്തു ഷഹാദയുടെ, കലിമത്തു തൗഹീദിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിൻ്റെ ഖുർആൻ 21-ാം അധ്യായം സൂറത്ത് അൽ അംബിയ അതിൻ്റെ 25-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി أنه لا إله إلا أنا فاعبدون وما أرسلنا من قبلك من رسول. നബിയെ, നിനക്ക് മുമ്പൊരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, നിനക്ക് മുമ്പൊരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ ദൂതന് വഹി നൽകിയിട്ടല്ലാതെ, ആ ദൂതന് നാം വഹി അറിയിച്ചുകൊണ്ടല്ലാതെ ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. എന്താണ് കൊടുത്ത വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ എന്ന് ദിവ്യബോധനം കൊടുക്കാതെ ഒരൊറ്റ പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇത് അല്ലാഹുവിൻ്റെ ഖുർആൻ 21-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ച ആശയമാണ്. അതിൻ്റെ അർത്ഥം, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ഒന്നാമത്തെ റുസുൽ, അവ്വലുർ റുസുൽ എന്നറിയപ്പെടുന്നത് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ കാലഘട്ടം മുതൽ അവസാനത്തെ റസൂലായ സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വരുന്ന മുഴുവൻ പ്രവാചകന്മാർക്കും അവരോട് അല്ലാഹു നൽകിയ വഹിയെ, അവർക്ക് കൊടുത്ത ദിവ്യബോധനം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതറിയണം, അത് പഠിക്കണം. അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിനെ കുറിച്ച് പഠിക്കണം, അല്ലാഹുവിൻ്റെ റുബൂബിയത്തിനെ കുറിച്ച് പഠിക്കണം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി 10 ഖുതുബകൾ അടുപ്പിച്ച് 10 ഖുതുബകൾ നടത്തിയത് റുബൂബിയത്തിൻ്റെ വിവിധ വശങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ്. റുബൂബിയത്ത് അല്ലാഹു റബ്ബാണെന്ന് മനസ്സിലാക്കി പിന്നെ കഴിഞ്ഞില്ല. അല്ലാഹുവിൻ്റെ ഖുർആനിൽ ധാരാളമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിവിധങ്ങളായ അർത്ഥതലങ്ങളെക്കുറിച്ച്
വിവിധ സമൂഹങ്ങളിലുള്ള പ്രത്യേകതകളെക്കുറിച്ച് അങ്ങനൊക്കെ റുബൂബിയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആൻ. ഞാൻ അതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒരു 10 ഖുതുബകൾ 10 വിഷയങ്ങളിലായി. എന്നിട്ടും തീരുന്നില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ ആളുകൾക്കൊക്കെ എന്താ അല്ലാ 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 അല്ല കഴിഞ്ഞ് 4 പ്രാവശ്യം ഒന്ന് തലകുലുക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ തീരണ പരിപാടിയാണെന്നാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ട, അറിയും വേണ്ട, ചിന്തിക്കാൻ വേണ്ട. എന്നാൽ അല്ലാഹുവിൻ്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല. അത് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ അതിൽ ഗഹനമായി പഠിക്കാനുണ്ട് എന്നതിനർത്ഥം. അത് ഈ സമുദായത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രശ്നം. ഈ സമുദായത്തിന് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ല. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന മുറപ്രകാരം മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് കണ്ട മൻകൂനകളിലെല്ലാം പോയി സങ്കടപ്പെട്ട് കരയുന്ന തരത്തിലേക്ക്, കണ്ട മരങ്ങളുടെയും കല്ലുകളുടെയും ഒക്കെ മുന്നിൽ പോയി സങ്കടം പറയുന്ന തരത്തിലേക്ക് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം തകർന്നടിഞ്ഞത്. അതുകൊണ്ടാണ് കേവലമൊരു മനുഷ്യൻ സ്വന്തം കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ കഴിയാതിരുന്നൊരു മനുഷ്യൻ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ വർത്തമാനത്തിലേക്ക് സമുദായം കൂപ്പുകുത്തിയത് എങ്ങനെയാണ്? എന്നിട്ട് അവിടുന്ന് ഒരുത്തൻ ഞാനത് അംഗീകരിക്കണില്ല, ഇവിടുന്ന് വേറൊരുത്തൻ ഞങ്ങൾ അംഗീകരിക്കൂല. നിങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ അപ്പുറവും പറഞ്ഞ് വേറെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാക്കിയ ഭവിഷ്യത്തുകളാണിതൊക്കെ. അപ്പൊ എന്തായി? ഓരോരുത്തരും പറയാൻ തുടങ്ങി. പറഞ്ഞ് പിടുത്തം വിട്ടു. അപ്പൊ എന്തായി? മടവൂരാരാ പടച്ചോനാണ് ചോദിച്ചവനോ നീ ചൊല്ല്. അതെ അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര് എന്ന് തുടങ്ങുന്ന വർത്തമാനം ഒരുത്തനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടുത്തി കൊടുക്കാത്തവൻ്റെതാണ്. അതിന് തലേക്കെട്ട് കെട്ടിയിട്ടോ വല്യ കുപ്പായിട്ടോ വല്യ ഖാദിയും ഖുലാത്തുമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെയ്യേണ്ടത് മര്യാദക്ക് ചെയ്തില്ല ഈ സമുദായത്തോട്. അതുകൊണ്ടാണ് ചില ആളുകൾ കൈയുയർത്തി പാടുന്നു. ആരുടെ നേരെ? അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ടല്ല. പിന്നെന്താ? ആലത്തിനൊളി മിന്നും കതിർ കത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ ആരിഫായ നൂറേ ശൈഖേ, ആശിഖുകൾ കരം നീട്ടി കരുണക്കായിരക്കുന്നു സയ്യിദി സിയം ഖുതുബോരേ എന്നിങ്ങനെ കൈകൾ ഉയർത്തി വിളിച്ചു തേടാൻ യാ സയ്യിദി സനദി ഔതി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹയ്യിദ്ദീനി എന്ന് ഖുതുബിയത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, എന്ന് ഖുതുബിയത്തിൽ സങ്കടം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് അല്ലാഹുവിനെ പരിചയമില്ലാത്തത് കൊണ്ടാണ്, റബ്ബിനെ അറിയാത്തത് കൊണ്ടാണ്, റബ്ബിനെ പഠിക്കാത്തത് കൊണ്ടാണ്.
തനിക്ക് അന്നം നൽകുന്നവനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ മദ്ലൂലാത്തുകളെ അറിയാത്തത് കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ മഅനയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ശഹാദത്ത് കലിമയുടെ ശുറൂത്തുകൾ അറിയാത്തത് കൊണ്ടാണ്. അത് പഠിച്ചാൽ വളരെ എളുപ്പമായി. അത് പഠിപ്പിക്കൂലല്ലോ, അത് പഠിപ്പിക്കൂല. അത് ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനും പാടില്ല. അത് കുറ്റം പറച്ചിലാണ്, അത് കുറ്റം പറയലാണെന്നാ പറയാ. നമ്മളിത് പറഞ്ഞാൽ ചോദിക്കുക, എന്താ നിങ്ങൾ ഈ പറയണെന്ന് ചോദിക്കാൻ. ഇതേ ചോദ്യം മൂസ നബിയോട് ചോദിച്ചിരുന്നു ഫിർഔന്. മൂസ നബി അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട വിഷയം പറയണം. പറഞ്ഞോളൂ. ഒന്നുമില്ലെങ്കിലും വളർത്തുമോനല്ലേ? അല്ലേ? അല്ലേ? ആണോ? അല്ലേ? അതെ, ഉണ്ടായിരിക്കല്ലേ? വളർത്തുമോനല്ലേ? പറഞ്ഞു കൊടുത്തു. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്തു. അപ്പൊ ഫിർഔൻ ചോദിക്കുകയാണ്, ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ. ഫിർഔൻ ഉടനെ ചോദിക്കുകയാണ്, വമാ റബ്ബുൽ ആലമീൻ, നിങ്ങൾ ഈ പറയുന്ന ആലമുകളുടെ റബ്ബ് എന്താണ് മൂസ? ലോകത്തിന്റെ റബ്ബെന്ന് പറഞ്ഞാൽ, ആലമുകളുടെ റബ്ബെന്ന് പറഞ്ഞാൽ എന്താണ് മൂസ? ഉടനെ മൂസ നബി മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. പ്രവിശാലമായ ആകാശത്തിന്റെ റബ്ബ്, അനന്തവിശാലമായ നീലാകാശത്തിന്റെ റബ്ബ്, ഹരിതവർണ്ണമണിഞ്ഞ വിശാലമായ ഭൂമിയുടെ റബ്ബ്, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതിൻ്റെയും റബ്ബാരാണോ അവനാണ് ഞാൻ പറഞ്ഞ റബ്ബ് എന്ന് ഫിർഔനോട് മൂസ നബിയുടെ മറുപടി, ഇൻ കുൻതും മൂഖിനീൻ, ആ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ. ഇന്ന് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് മാത്രമാണ്. മനസ്സിലായോ? ഞാൻ ഇന്ന് പറയാൻ നിന്ന നേരം വെളുക്കണവരെ ഈ വിഷയം പറഞ്ഞാൽ തീരൂല. അത്രയും ഗഹനമാണ് ഈ കാര്യം. പക്ഷെ ആടെന്തറിയുന്നു അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞ പോലെ നാട്ടുകാർക്ക് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് മുഹമ്മദ് റസൂലുള്ളാഹ്, ആകെ കൂടി ഒരു ദിക്റൽക്ക വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കന്തിരി ഇട്ടാണെങ്കിൽ, കന്തിരി എന്നാ പറയാ ഇവിടെ, ചീരണി അല്ലേ, അത് കിട്ടിയാൽ അത് തിന്നുക, കൈമടക്ക് വാങ്ങാൻ പോകാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ മദ്ലൂലാത്തുകളിലേക്ക് ഇറങ്ങോ. റുബൂബിയത്തിന്റെ വശങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക. പരിശുദ്ധ ഖുർആനിന്റെ എ മുതൽ Z വരെ 1-ാം അധ്യായം സൂറ ഫാത്തിഹ മുതൽ 114-ാമത്തെ അധ്യായമായ സൂറത്തുൻ നാസ് വരെ ഈ വിഷയം മാത്രമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഏത് കാര്യം? ഹലോ, ഏത് കാര്യം? തൗഹീദ്. ഞാൻ ഒരിക്കൽ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അങ്ങനെയാണ് എല്ലാത്തിലും അങ്ങനെ? എല്ലാത്തിലും അങ്ങനെയാണ്. അപ്പൊ ഈ 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫ് നബിയുടെ കഥ പറയുന്നുണ്ടല്ലോ അവിടെ, ആ കഥയിൽ എവിടെയാ തൗഹീദ് എന്ന് വെച്ച്. അവൻ നേർക്ക് നേരെ നോക്കുമ്പോ എന്തില്ല, ആ കഥയില് എവിടെ തൗഹീദ് പറയണ്? ആ കഥ തന്നെ തൗഹീദ് സ്ഥാപിക്കാണ് ഇല്ലേ? ഞാൻ പറയും 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ മഹാനായ യൂസുഫ് നബിയുടെ കഥ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരാം, അഹ്സനുൽ ഖസസ്, നല്ല കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്.
ആ കഥ ശുദ്ധമായ തൗഹീദാണ്. അതെന്താണ്? മഹാനായ യൂസുഫ് പ്രവാചകനാണ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ വാപ്പ ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ്. തൗഹീദിന്റെ പടവാളായി ജ്വലിച്ചു നിന്ന നമ്രൂദ് എന്ന ഏകഛത്രാധിപതിയുടെ മുന്നിൽ യാതൊരു കൂസലുമില്ലാതെ തൗഹീദ് പറഞ്ഞ നാട്ടുകാർ മുഴുവനും തീക്കുണ്ഠാരം ഒരുക്കി കാത്തിരുന്നപ്പോഴും ഒരു വിറയൽ പോലുമില്ലാതെ, ഒരു തരത്തിലുള്ള ഭാവഭേദങ്ങളുമില്ലാതെ ഉറച്ചു നിന്ന മുവഹിദായ ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബ് നബിന്റെ മോനാണ് യൂസുഫ് അലൈഹിസ്സലാം. എന്താണ് ആ ചരിത്രം? അത് തൗഹീദ് പഠിപ്പിക്കണത്. അതെന്താ? ഞാൻ ആ കഥ വിവരിക്കുകയല്ല, മറിച്ച് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൻ്റെ സുഹൃത്ത്, തൻ്റെ ജേട്ടന്മാർ ചതിയിൽ കൊണ്ടുപോവുകയാണ്. ആ പോകുന്നത് ചതിപ്രയോഗമാണെന്ന് യാക്കൂബിന് അറിയില്ല. തൻ്റെ മക്കൾ മുന്നിൽ വന്നുകൊണ്ട് തൻ്റെ ചെറിയ മോനായ യൂസുഫിനെ ചോദിച്ചതും കൂടെ കൊണ്ടുപോകുന്നതും ചതിപ്രയോഗത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ ആയിബിയായ അറിവ് യാക്കൂബ് നബിക്കില്ല. പാഠം നമ്പർ 1. ഇനി ഇത് കൊണ്ടുപോകുമ്പോൾ അവർ പിരിച്ച വലയിലേക്ക് കൊണ്ടുപോയി എറിയുമ്പോൾ ആ ഏറിൽ അതിൻ്റെ ഉള്ളിലേക്ക് വീഴാതെ പൊന്തി വരാനുള്ള കഴിവ് യൂസുഫ് നബിക്കും ഇല്ല. മനസ്സിലല്ലേ? ഇവിടൊക്കെ ചില ആള് പ്ലെയിൻ തകരാതിരിക്കാൻ വേണ്ടി കണ്ണടപ്പിക്കാതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എവിടെയൊക്കെ പ്ലെയിൻ തകർന്നിക്കണല്ലേ. ഇന്നലെ പ്രസംഗിക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം സംസാരിക്കുമ്പോൾ സൗണ്ടിനൊരു പ്രശ്നം വന്നു, മൈക്കിനൊരു പ്രശ്നം വന്നിട്ട് എൻ്റെ സൗണ്ട് പോയതാണ്. പിന്നെ ഇങ്ങനെ റിക്കവറായി വരികയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പ്രത്യേകിച്ച് മുസ്ലിയാക്കന്മാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയാണ്, കഴിവതും നിങ്ങൾ CM മടവൂരിനെ ഉറക്കാതിരിക്കുക. മൂപ്പരെ കണ്ണ് അടയാതിരിക്കണം. അതിനിപ്പോൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, 2 ഈർക്കൽ കഷ്ണം ഒന്ന് കുത്തിവെച്ചാൾ അവിടെ. ഈർക്കൽ ഇങ്ങനെ കുത്തിവെച്ചാൽ എന്തായി? ഈർക്കൽ എന്നാണല്ലേ പറയാ? അതന്നെ. ആ ഈർക്കൽ ഇങ്ങനെ ഒന്ന് കുത്തിവെച്ചു കൊടുത്താൽ അതങ്ങനെ അടയാതെ അവിടെ ഇരുന്നോളും. കാരണം അമേരിക്കയിൽ ഇപ്പം 3 എണ്ണമായി. എന്ത്? എയർക്രാഫ്റ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ സംതിങ് പ്രശ്നം ഉണ്ടാവുന്നുണ്ടേ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിനെ പിടിച്ചു നിർത്തുക, അങ്ങനെ എന്തൊക്കെ നമ്പറുകളാണ് ഇവിടെ മുസ്ലിയാക്കന്മാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും ഭയങ്കര കഴിവുള്ള ഈ ഞാഞ്ഞൂലുകളായ കേരളത്തിലെ ചില ആളുകൾ, അവരെക്കാൾ എന്തും മേലെയാണല്ലോ ആര് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇല്ലേ? തൻ്റെ കൂടെയുള്ള ആളുകൾ ഉന്തി അങ്ങോട്ട് പൊട്ടക്കേണ്ട വീഴാൻ പാടില്ല, പൊന്തണല്ലോ. പൊന്തില്ല. തൻ്റെ മകൻ കുറച്ചു ദൂരെ കാട്ടിലെ ഒരു പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നു എന്ന വിവരം യാക്കൂബ് നബിക്കില്ല. കഥയിലെന്ത് തൗഹീദ് എന്നാ ഞാൻ പറയണേ? യാക്കൂബ് നബിക്കില്ല. മക്കൾ വന്നു ഉപ്പാന്റെ അടുത്തേക്ക്. അവരെങ്ങനെയാ വരുന്നത്? യബ്കൂൻ. മക്കളിങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. യാക്കൂബ് നബി ചോദിച്ചു, എന്താണ് മക്കളെ? അപ്പോഴതാ യൂസുഫിന്റെ കുപ്പായം, കള്ളച്ചോര പുരട്ടിയ കുപ്പായം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട്, ഉപ്പാ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ യൂസുഫിനെ ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നു. ഒരു ചെന്നായ വന്ന് ഞങ്ങളെ സഹോദരനായ യൂസുഫിനെ
തിന്നുകൊണ്ട് പോയി. ഇതാ അവന്റെ കുപ്പായമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചില മുസ്ലിയാക്കന്മാർക്ക് തീരെ അന്തല്ലട്ടാ. എന്താ പറയുക, ഒരു പറയും ഒക്കെ മൂപ്പർക്ക് അറിയായിരുന്നു, മൂപ്പരും ഉണ്ടായിരുന്ന. അറിയാവുന്ന ആളാണെങ്കിൽ പിന്നെ കരയോ? കേട്ടോ, ഞാൻ ഇത് അറിയുമെങ്കിൽ ഞാൻ കരയോ? എനിക്ക് സങ്കടം വരുമോ? എന്തെങ്കിലും ഉണ്ടാത്ത വരുമല്ലേ? സങ്കടം വരുമോ? സങ്കടം വരൂല. കരഞ്ഞ് 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 കണ്ണ് വെളുത്തു പോയി എന്നാ പറയുക, കാഴ്ച പോയി. ഇന്ന് ഈ അറിഞ്ഞ ആള് കരഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പോവും. എന്ത് ജാതി അന്തം വിട്ട വർത്താനാണ് ഈ മൂലമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണ്ടേ അള്ളാന്റെ ഖുർആൻ എന്താണെന്ന്? ഇങ്ങനെ അങ്ങോട്ട് അടിച്ചുവിടന്നെ. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടു. സങ്കടം കണ്ട് യാക്കൂബ് നബി കരയാൻ തുടങ്ങി. തന്റെ മകൻ കുറച്ചപ്പുറത്ത് ഒരു പൊട്ടക്കിണറ്റിലുണ്ട് എന്ന വിവരം യാക്കൂബ് നബിയുടെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ കരയണ്ട. ഡാടാ ഇതൊക്കെ പറഞ്ഞ നുണയാ, ഇവിടെ വാടാ, വാ, അവനിരിക്കുന്ന സ്ഥലം എനിക്കറിയാം, നമുക്ക് പോയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിറങ്ങിപ്പോലേയ്യ. പന്ത്രണ്ടാം അധ്യായത്തിലെ പ്രഗത്ഭമായൊരു വാക്ക് ഞാൻ പറയാം. ആ ചരിത്രത്തിന്റെ ഒരു ഗൗരവതരമായ വാക്ക്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആരക്കുകയാണ്. എന്താണ് യാക്കൂബ് നബി പറയുന്നത്? അല്ലാഹുവേ, ഇന്നമാ അസ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. തീർച്ചയായും എൻ്റെ ദുഃഖത്തിൻ്റെയും എൻ്റെ സങ്കടത്തിൻ്റെയും എൻ്റെ പ്രയാസങ്ങളുടെ അതിൻ്റെ സങ്കടം എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ആവലാതി എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്, എൻ്റെ റബ്ബിനോട് മാത്രമാണ്. ഇതാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചുള്ള ചർച്ചയാണ്. നിങ്ങൾ നിയമങ്ങൾ എടുക്കൂ, അതിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ചർച്ചയാണ്. കാരണം പ്രപഞ്ചനാഥനായ റബ്ബാണ് നിയമജ്ഞൻ. അവന്റെ നിയമമാണ് നടപ്പിലാവേണ്ടത്. ആ നിയമത്തിനപ്പുറത്തേക്ക് കടന്നു പോകൽ എനിക്ക് പാടില്ല എന്ന വലിയ പാഠം റുബൂബിയ്യത്തിന്റെയും അസ്മാ സിഫാത്തുകളുടെയും ആശയ തലങ്ങളെ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ പഠിക്കണം അല്ലാഹ് ആരാണ്. ഒന്നാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിക്കോളൂ പഠനം എന്നാണ്. അല്ലാഹു ആരാണ്, അവന്റെ റുബൂബിയ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവന്റെ ഉലൂഹിയ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് പഠിക്കണം. അത് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും എന്ത് പ്രപഞ്ചനാഥനായ റബ്ബിന്റെ പ്രത്യേകത. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറയാം. ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരാണല്ലോ അവർ, അല്ലേ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നുണ്ട്. ആ വിളിച്ചു തേടുമ്പോൾ ഈ തേടുന്ന ആളുകളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. കണ്ടോ, തേടുന്ന ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? എന്താണ് അവരുടെ വിശ്വാസം? അവർ വിശ്വസിക്കുന്നത് എന്താ? നമ്മൾ വിളിച്ചാൽ അത് കേൾക്കാൻ അവർക്ക് കഴിയും, ഇല്ലേ? ഇല്ലേ? എവിടുന്നും വിളിച്ചു കേൾക്കാം. മാത്രമല്ല, നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ഉള്ളിൻ്റെ പ്രയാസം എന്താണെന്ന് അവർ അറിയും, ഇല്ലേ? പിന്നെന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവർ ഡയറക്റ്റ് ഇടപെടും, അല്ലെങ്കിൽ അള്ളാഹുവിനടുത്ത് പറഞ്ഞിട്ട് അള്ളാഹിനെ കൊണ്ട് ഇടപെടിപ്പിക്കും. ഇതല്ലേ വിളിക്കുമ്പോഴുള്ള ലക്ഷ്യം, അല്ലേ? അങ്ങനെയെങ്കിൽ പഠിക്കൽ നിർബന്ധമാണ്. അതെന്താ? അങ്ങനെ ഒരു സംവിധാനമേ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹു അവന്റെ ഖുർആനിൽ അവന്റെ പ്രത്യേകതയായി പറയുന്നത്
ചില കാര്യങ്ങളൊക്കെ അവൻ പറയും, അവന്റെ പ്രത്യേകതയായി പറയുന്നു. അതിലൊന്നാണ് അവന്റെ അറിവ് എന്ന് പറയുന്നത് അവന് മാത്രമുള്ളതാണ്. ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത അറിവാണ് അള്ളാഹുവിന്റെ ഇൽമ്. ആ അറിവ് ലോകത്തൊരാൾക്കുമില്ല. ഉണ്ടെന്ന് വിശ്വസിക്കൽ ശിർക്കാണ്. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിനെ അറിയാത്തവനാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ അവകാശപ്പെടാണ് ഇത് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന്. നിങ്ങൾ സപ്പോസ് സങ്കല്പിച്ചാൽ മതി കേട്ടാ, ഒരു ഇമാജിനേഷൻ പറയാണ്. ഇതെൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയണമെങ്കിൽ ഈ സാധനം ലോകത്താരുടെ കയ്യിലും പറ ഉണ്ടാവരുത്. എന്നാലേ എനിക്ക് അഭിമാനം പറയാൻ പറ്റുള്ളൂ, അല്ലേ? നീ കേട്ടോണേ, ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങി അൻസാർക്ക് കൊടുത്തു. അല്ല, മൂപ്പര് എനിക്ക് ഇങ്ങോട്ടാ വാങ്ങി തരണ്ടേ, എന്നാലും ആയിക്കോട്ടെ, ഞാൻ മൂപ്പർക്ക് അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു ഒരെണ്ണം. അപ്പൊ അൻസാർക്കാക്ക് ഇത് വാങ്ങിക്കൊടുത്താട്ടാ എൻ്റെ പോലത്തെ ഒരു സാധനം കണ്ടു കൊടുത്തു. എന്നാൽ ഇനി എനിക്ക് പറയാൻ പറ്റുമോ ഈ സാധനം എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന്? പറ്റുമോ? പറ്റൂല. അപ്പൊ അൻസാർ പറയാ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ പറയാം ഞാൻ വാങ്ങി തന്നേൽ, നിങ്ങൾ വാങ്ങി തന്നാലും എൻ്റെ അടുത്തില്ലേ? വാങ്ങി തന്നങ്ങളായിക്കോട്ടെ, എന്നാലും എൻ്റെ അടുത്ത് ഉണ്ടല്ലോ സാധനം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക? ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയോ? എന്നാ കേട്ടോ, യഅലമു ഖായിനത്തൽ അയ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ. പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അവൻ്റെ പ്രത്യേകത, അവൻ്റെ അറിവിൻ്റെ ആഴത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. യഅലമു ഖായിനത്തൽ അയ്യുൻ, കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാണ്. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയാന്തരാളങ്ങളിലുള്ളതും അറിയുന്നവനാണ്. അതേ, യഅലമു, അവനറിയുന്നുണ്ട്, ജഹ്റക്കും, നിങ്ങൾ ഉറക്കയാക്കുന്നതും വമായക്തുമൂൻ, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവൻ അല്ലാഹുവാണ്. ഇത് അല്ലാഹു അവന്റെ പ്രത്യേകത എന്ന് പറയാം. നാളെ പിറ്റേന്ന് ഒരുത്തം വന്നിട്ട് പറയാൻ, അല്ല അങ്ങനെയൊക്കെ കൽബിലുള്ളത് അറിയാൻ മഹാന്മാർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ വാദം ആ വാദത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യല്ലേ? മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞത് മഹാപകടാണ്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖിനോട് നമുക്ക് വലിയ ആദരവാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഖാദിരിയ തരീഖത്തിന്റെ ആളായിരുന്നു മുമ്പ്. മനസ്സിലായ? കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി എന്നറിയപ്പെടുന്ന ഖാദിരിയ തരീഖത്തിന്റെ ശൈഖ്, അദ്ദേഹത്തിന്റെ ശിഷ്യനും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മകനുമായിരിക്കണം ഇ.കെ. മുഹമ്മദ് ദാരിമി അൽ ഖാദിരി. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എംബൈ അബ്ദുള്ള ദാരിമി അൽ ഖാദിരി. അതിന്റെ ശിഷ്യനാണ് ഞാൻ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജലാലിയ റാത്തീബിന്റെ അമീറായി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ ഖലീഫയായി നടന്നൊരു കാലം. മനസ്സിലായോ? മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലയെ കൃത്യമായി പഠിച്ചിട്ടുണ്ട് ഞാൻ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അതിന് തൊട്ടുശേഷവും താൻ ജീവിച്ചിരുന്ന അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ സംസാരത്തിലൂടെ, പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും സൂഫികൾ ഉണ്ടാക്കിയ വർത്താനത്തിലൂടെ അല്ല. മുഹീദ്ദീൻ ശൈഖിനെ അടുത്തറിയണോ? ഖാലി മുഹമ്മദ് എഴുതിയ മാല വായിച്ച കിട്ടൂല. ഖാലി മുഹമ്മദ് എഴുതിയ മുഹീദ്ദീൻ മാല സാഹിത്യ ഭാഷയിൽ നോക്കുമ്പോൾ ഒരു ഉത്തമ കൃതി തന്നെയാണ്. കാരണം അന്ന് കേരളത്തിൽ എന്തില്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. പക്ഷെ അതിൻ്റെ ആശയപരമായി നോക്കുമ്പോൾ അത് മഹാപകടം ചെയ്ത സാധനമാണ്. അള്ളാഹു അവന്റെ പ്രത്യേകത പറഞ്ഞതെല്ലാം ശൈഖ് അവറുകൾക്ക് ഇങ്ങോട്ട് എഴുതി കൊടുത്തു. വേറൊരാള് എങ്ങനെയോടോ നിന്റെ പുരയുടെ ഇജ്ജ് വേറെ ആൾക്ക് എഴുതി കൊടുക്ക നടക്കോ?
എൻ്റെ പേരിലുള്ള സാധനം വേറൊരുത്തം വന്നിട്ട് ഇയാൾക്ക് എഴുതി കൊടുക്കാൻ നടക്കണ ആര്യ നടക്കോ? എന്നാ അപ്പണിയാണ് ഈ മുഹിയുദ്ദീൻ മാല ചെയ്തിട്ടുള്ളത്. അതെന്താ? അള്ളാഹുവിൻ്റെ പ്രത്യേകതകളായി അവൻ പറഞ്ഞത്, പിൽക്കാലത്ത് കോഴിക്കോട് ജനിച്ച ഖാലി മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഒരു പണ്ഡിതൻ അള്ളാഹുവിൻ്റെ പേരിലുള്ള അവൻ്റെ പ്രത്യേകതയായ അവൻ്റെ പ്രോപ്പർട്ടികളെ വേറൊരു മനുഷ്യൻ എഴുതി കൊടുക്കുന്ന അതിദാരുണവും ദുരന്തപൂർണവുമായ ഒരു പ്രവൃത്തി ഉണ്ടാക്കി. ഞാൻ വെറുതെ അടിച്ചുവിടുന്നല്ലോ, നിങ്ങൾ നോക്കിയാൽ കാണാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽബകമെന്നോവര്. ഒന്ന്, കണ്ണില് കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവര്. എന്താണ് ഈ പറഞ്ഞത്? അല്ല എന്താ പറഞ്ഞത്? അത് അവിടെ നിന്ന് അടർത്തി മൂപ്പർക്ക് വരെ വെച്ചു കൊടുത്തു. അല്ല എന്താ പറഞ്ഞത്? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാണ്, ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതറിയുന്നവനാണ്. അള്ളാഹു അവൻ്റെ പ്രത്യേകത പറയും. മറ്റേ ആൾ കോപ്പി അടിച്ച് ഇയാൾക്ക് കൊടുത്ത്, എന്നിട്ട് ഇതിനൊന്ന് റെഡിയാക്കണമല്ലോ. അപ്പം മൊയ്ലാന്മാർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അല്ല കൊടുത്താൽ കിട്ടൂലെന്ന്. കൊടുക്കൂലടോ, അത് കൊടുക്കൂല. എന്താ കാര്യം? അത് അവൻ്റെ പ്രത്യേകതയാണ്. അവൻ്റെ പ്രത്യേകത എങ്ങനെ വേറൊരാൾക്ക് അള്ളാഹു കൊടുക്കുക? അത് കൊടുക്കൂല. കൊടുത്തിരുന്നെങ്കിൽ, സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അവൻ്റെ പ്രത്യേകതയായി ഇത് പറയില്ലായിരുന്നു. ക്ലിയറായോ? ക്ലിയറായോ? അപ്പൊ നിങ്ങൾ പഠിച്ചോളീൻ. അപ്പോൾ നമ്മളെ അറിയുക, നമ്മുടെ ഖൽബറിയുക, നമ്മളെ മനസ്സ്, ഇതൊന്നും ഒരാൾക്കും കഴിയില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചാൽ, വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഇതയാടെ കൽബിലേക്ക് ഇറങ്ങും. ഈ നൂറാണ് പ്രകാശിക്കേണ്ടത്. ഈ നൂറ് പ്രകാശിച്ചാൽ പ്രത്യേകത എന്താണെന്നറിയോ? ആ മനുഷ്യനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഓനെ പേടിപ്പിക്കാൻ പറ്റൂല ആർക്കും. ആര് പേടിപ്പിച്ചാലും ഓൻ പേടിക്കൂല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൽബിൽ അവൻ ചേർത്തു വെച്ചൊരു പ്രഖ്യാപനമുണ്ട്. അവൻ ചേർത്തു വെച്ചൊരു പ്രഖ്യാപനം ഇതാണ്: അതേ അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ വിധിച്ചതല്ലാത്തതൊന്നും ഉണ്ടാവില്ല. അത് പറയാൻ ലോകത്തിൻ്റെ നായകനോട് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്: ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, ഖുൽ നബിയേ പറയൂ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ല ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് ബാധിക്കുന്നതേ അല്ല. ഞങ്ങളെ ബാധിച്ചിട്ടില്ല, ബാധിക്കുകയുമില്ല. കാരണം ഹുവ മൗലാനാ, അവൻ ഞങ്ങളുടെ യജമാനനാണ്. ആ റബ്ബിലേക്ക് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വസിച്ചവർ, ഈമാനുള്ളവർ ആ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഇത് പറയാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഖുർആൻ പഠിപ്പിക്കാൻ. എന്താ? കൽബിൽ അല്ലാഹ് അങ്ങോട്ട് വന്നാ പിന്നെന്തില്ല, ബേജാറുണ്ടാവില്ല. എന്തൊരു സുഖാന്നറിയോ ആ ജീവിതത്തിന്. എന്തൊരു സ്വസ്ഥതയാണെന്നറിയോ ജീവിതത്തിന്. മറ്റേത് ആ ജാറത്തിൽ പോയി, ഈ ജാറത്തിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ആന ചൊയറ്റി എറിഞ്ഞ്, ഇവിടെ ആന ചവിട്ടിക്കൊന്ന്. ഇതിനാണ് ചെങ്ങായിമാരെ ഈ പണിക്ക് നിൽക്കണത്. അള്ളാന്റെ പള്ളിയിലിരുന്ന് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി, അല്ലെങ്കിൽ അവനവന്റെ വീട്ടിലിരുന്ന് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചാൽ
വിളിച്ചില്ലെങ്കിൽ വിളിക്കാതെ തന്നെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആര്? അല്ലാഹു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. എൻ്റെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ നാട്ടിലെ ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാർ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അടിസ്ഥാനപരമായി ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വിളിച്ചു തേടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു തേടുന്ന ആരെങ്കിലും ഇവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഹലോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഒരെണ്ണം ഇല്ല. നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഭക്ഷണമാണ്, അല്ലേ? ആ ഭക്ഷണം തന്നിക്കണ ഉണ്ടോ? ആ ഭക്ഷണം ഇവിടെ ഏതെങ്കിലും ഷെയ്ഖ് CM മടവൂരോ ഇനി മമ്പറന്തങ്ങളോ ബദരീങ്ങളോ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഏതെങ്കിലും ഒരാൾ ഇനി അടുത്ത വല്ല ചാറങ്ങളുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടല്ലോ, പ്രാദേശിക ചാറങ്ങളുണ്ട്, പെട്ടെന്ന് പോയി കാര്യം സാധിക്കാൻ പറ്റുന്ന ചെറിയ ക്ലിനിക്കുകളെ. വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ചെറിയ ചെറിയ ക്ലിനിക്കുകളുണ്ടാവും അടുത്തടുത്ത്, കുഞ്ഞു കുഞ്ഞു ചാറങ്ങൾ. നമ്മളെ ഉള്ളാളിൻ്റെ അടുത്ത് ഒരു കൈ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കേട്ടില്ലേ? അതൊക്കെ ചെറിയ ക്ലിനിക്കുകളാണ്. പെട്ടെന്നൊരു തലവേദന ഉണ്ടായാന്ന് പോയിട്ട് വരാൻ. അപ്പം ഞാൻ പറഞ്ഞു തരാണ്, ഇങ്ങനെ നോക്കുങ്ങൾ ഇവരാരെങ്കിലും നമ്മളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടാവും? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും. ഏത് ഉസ്താദന്മാർക്കും പറഞ്ഞു തരാൻ എന്നോട്. എത്ര വലിയ ആലിമീങ്ങളാണെങ്കിലും വന്നോളിന്, യാതൊരു സംശയമില്ല. എന്തിന്? അത് നിങ്ങൾ പറഞ്ഞു തരണം. എന്ത്? ഞങ്ങൾ തിന്നുന്ന ഇന്ന സാധനം ഇന്ന ശൈഖ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ്. അതിന് ധൈര്യമുള്ള ഒരു ആൺകുട്ടി ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ജന്തുവർഗവുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ ഉപജീവനം അള്ളാഹുവിൻ്റെ മേലല്ലാതെ, അതെ, അതിന് ഉപജീവനം നൽകുന്നവൻ അല്ല മാത്രമാണ്. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അതെ, അതിൻ്റെ താമസ സ്ഥലം അവൻ അറിയുന്നവനാണ്, അവയുടെ സൂക്ഷിപ്പ് സ്ഥലവും അറിയുന്നവൻ അല്ലാഹുവാണ്. അതവനൊരു ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നർത്ഥം. ഇല്ല എന്നല്ലേ ഉത്തരം? ഹലോ, ഇല്ല എന്നല്ലേ ഉത്തരം? ഇല്ല, ഉറപ്പാണ്. അപ്പോ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, അത് ധാന്യമാവട്ടെ, പഴവർഗ്ഗങ്ങളാവട്ടെ, പച്ചക്കറികളാവട്ടെ, പുല്ലുവർഗ്ഗങ്ങളാവട്ടെ, എന്തുമാവട്ടെ, ഇതൊന്നും ഒരു കഴിവുള്ളതെന്ന് വിളിക്കപ്പെടുന്ന ഒരുത്തനും ഉണ്ടാക്കിയിട്ടില്ല, അല്ലേ? ഇനി രണ്ടാമത്തത്, നമ്മളുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, നമുക്ക് അടിയന്തരമായി ആവശ്യമുള്ളത് വെള്ളമാണ്, അല്ലേ? ആ വെള്ളം അടിയന്തരമായ ആവശ്യമാണ്. നമുക്ക് കുടിക്കാൻ വേണം, നമുക്ക് ഉപയോഗിക്കാൻ വേണം. ഭൂമിയിൽ വെള്ളം, നല്ല വെള്ളമുണ്ട്, ഉപ്പ് ജലമുണ്ട്, അല്ലേ? കുടിക്കാൻ പറ്റിയതും പറ്റാത്തതുമൊക്കെ വെള്ളമുണ്ട്. ശരി, അങ്ങനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ ശേഖുമാർ ചെയ്തു തരേണ്ടത്. എന്നാ ചോദിക്കട്ടെ, നമുക്ക് ആവശ്യമുള്ള വെള്ളം ഉണ്ടാക്കിത്തരാൻ, വെള്ളം നമുക്ക് ഉണ്ടാക്കിത്തരാൻ, വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തരാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു വലിയോ, ഒരു ശൈഖോ, ഒരു ബീവിയോ, ഒരു ബാവയോ, ആരുമാവട്ടെ, അവരാരെങ്കിലും അത് ചെയ്തു തരാനുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യം അത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബോധ്യപ്പെടുത്താൻ റബ്ബ് ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ
അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? മഴമേഘങ്ങളിൽ നിന്ന്, മേഘപാളികളിൽ നിന്ന് അത് നിങ്ങൾക്ക് ഇറക്കി തന്നത് നാമോ അതല്ല നിങ്ങളോ? ചോദ്യം. നിങ്ങൾ പറയും, ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ വെറുതെ അടിച്ചുവിടും. അങ്ങനെ പറയാൻ ധൈര്യമില്ല. കാരണം അങ്ങനെ പറഞ്ഞാ അടുത്ത ചോദ്യമുണ്ട്, അച്ഛങ്ങ ഇവിടെ വരുന്നതിന് മുമ്പ് വെള്ളം ആരാ കൊണ്ടുവന്നത് എന്ന്. അപ്പൊ വീണ്ടും കുടുങ്ങും. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് അല്ല തന്നിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. വെള്ളം, പിന്നെ വായു, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഇത് നിർത്തിക്കഴിഞ്ഞാലും തരാൻ പറ്റും. അങ്ങനെയുണ്ട് ചില ആളുകൾ, നിർത്തിയ തരുമെന്ന്. നിർത്തിയ തരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഖുൽ നബി പറയാ, അറഅയ്തും നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത്, എന്താണ് അഭിപ്രായപ്പെടുന്നത്? ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ ജലാശയം വറ്റിച്ചു കളഞ്ഞാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നല്ല ഉറവ് ജലം നിങ്ങൾക്ക് കൊണ്ടുതരാൻ ആരാണുള്ളത് ജനങ്ങളെ? ആരും ഇല്ലാത്തോണ്ടാണ് ചോദ്യം ചോദിക്കണത്. അല്ല, ഞങ്ങളെ ഒലിയിന് പറ്റുമെന്ന് പറഞ്ഞത് കടന്നൂടറാ പുറത്തേക്ക് എന്ന് പറയും അല്ലേ? ആർക്കും കഴിയില്ല എന്നാണ്. അത് റബ്ബിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം നന്മ നൽകിയവനവൻ. അതുകൊണ്ടാണ് ഇത് ദുനിയാവിലെ കാര്യം മാത്രമല്ല, ഭൂമിയുടെ ഉപരിതലത്തിലെ മാത്രമല്ല. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖ് അവറുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശൈഖ് അവറുകളുടെ ഒരു ചോദ്യമുണ്ട്, മൻ അത്അമക വ അന്ത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക. ഏ മനുഷ്യ, ചിന്തിക്കടോ, മറുപടി പറയാൻ കഴിയുമെങ്കിൽ പറയണോ, ആലോചിച്ചു നോക്കിക്കോ. ഏ മനുഷ്യ, മൻ അത്അമക, ആരാണ് നിനക്ക് ഭക്ഷണം നൽകിയത്? ആരാണ് നിനക്ക് ഉപജീവനം നൽകിയത്? വ അന്ത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക, നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ നീ കുഞ്ഞായിരുന്ന സമയത്ത് ആരാണ് നിനക്ക് ഭക്ഷണം നൽകിയത്? ഒരു ദിവസത്തിൽ തൻ്റെ പൊക്കിള് കാണുന്ന ഒരുത്തന് അല്ലല്ലാത്തൊരിടത്തേക്ക് പോകാൻ കഴിയൂല. തൻ്റെ പൊക്കിള് കാണുന്ന ഒരാൾ, അവനവൻ്റെ പൊക്കിള് കാണുന്നതിനൊക്കെ ഒരു വല്ലവൻ്റെ അല്ല കേട്ടോ. എൻ്റെ പൊക്കിള് ഞാൻ കണ്ടാൽ എൻ്റെ കൽബിൽ പെട്ടെന്നൊരു മിന്നലാട്ടമാണ്. എന്താണെന്നറിയോ? ഞാനെന്ന ഒരു വ്യക്തി ഇത്ര ശക്തമായി ഇങ്ങനെ നിൽക്കുന്നുവെങ്കിൽ, എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ട്യൂബ്, അത് പ്ലാസെന്റയിലേക്ക് കണക്ട് ചെയ്ത്, ആ പ്ലാസെന്റയിൽ നിന്നൊരു ട്യൂബ് എൻ്റെ വയറ്റിലേക്ക് കണക്ട് ചെയ്ത്, എൻ്റെ റബ്ബ് എനിക്ക് പോഷണം നൽകിയ, എൻ്റെ റബ്ബ് എന്നെ വളർത്തിയതിൻ്റെ അടയാളം എൻ്റെ ശരീരത്തിൽ തേയാതെ മായാതെ വളരാതെ വികസിക്കാതെ അതങ്ങനെ തന്നെ നിർത്തിത്തന്നത് പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ വഹ്ദാനിയത്തിനെയും അവൻ്റെ ഉലൂഹിയത്തിനെയും നിന്റെ കൽബിലേക്ക് നിരന്തരമായി ഓർമ്മപ്പെടുത്താനാണ്. അത് കാണുന്നവന് വേറൊരിടത്തേക്ക് പോകാൻ തോന്നൂല. അപ്പൊ ഈ ചോദ്യം മുഴങ്ങണം. ആരുടെ ചോദ്യം? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയുടെ ചോദ്യം നിന്റെ കാതിലുണ്ടാവണം. മൻ അത്അമക വ അന്ത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക, നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ നീ കുഞ്ഞായിരുന്നപ്പോൾ ആരാടാ നിനക്ക് വേണ്ടത് തന്നത്? ഇന്ന് നീ അനങ്ങത്ത് ബേജാറാകുമ്പോഴേക്ക് വണ്ടിയെടുത്ത് വിടാണ് അടുത്ത സ്ഥലം. മനസ്സിലായില്ലേ? മുമ്പത്തെ നമ്മളെ നാട്ടിൽ കാറ്റലോഗ് ഉണ്ട്, കേരളത്തിൻ്റെ ദർഗയിൽ നിങ്ങൾ പോയി വരുമ്പോൾ പോയ വഴി മറന്നിടാതെ വീണ്ടും വരുമോ? പടച്ച റബ്ബിനെ സ്തുതിച്ചു കൊണ്ട് പോകും വഴിയിൽ
പടച്ച റബ്ബിനെ മറന്നിടാതെ വീണ്ടും വരുമോ? പൊന്നാനി വലിയ ജാറത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹ്, പുറക്കാട്ട് കടപ്പുറത്തടങ്ങിയ അറബി സയ്യിദ് റളിയല്ലാഹ്, ആലപ്പുഴ ഈസ്റ്റ് മസ്ജിദിൽ മസ്താൻ ഔലിയ റളിയല്ലാഹ്, ആലപ്പുഴ സക്കരിയ ബസാറിൽ മുത്തലിബ് തങ്ങൾ റളിയല്ലാഹ് എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു കാറ്റലോഗ് നമ്മളെ നാട്ടിലെ മൂലമാർ ഇറക്കിയിരുന്നു. എന്തിന്? അന്വേഷിച്ച് പോകുമ്പോൾ ക്ലിനിക്കുകളുടെ പേര് തെറ്റിപ്പോകണ്ട, സ്ഥലം തെറ്റിപ്പോകണ്ട. ഈ മനുഷ്യന്മാര് തൻ്റെ റബ്ബിനെ വിളിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി ജാറങ്ങളായ ജാറങ്ങൾ മുഴുവനും കയറിയിറങ്ങാൻ വേണ്ടി അവർക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കി കൊടുത്തു. ആദ്യകാലത്ത് ആ മാപ്പ് ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ വിടാൻ, അവിടെ പോയിക്കോ അവിടെ വലിയ സംഭവമാണ്, ഇവിടെ പോയിക്കോ ഇവിടെ വലിയ സംഭവമാണ്. ഒരു കുന്തമല്ല, ഒരു കുന്തമല്ല. അത് ഞാൻ പ്രൂവ് ചെയ്ത് പറഞ്ഞുതരാം, ഒന്നുമില്ലാന്ന്. അങ്ങനെ അടിച്ചു വിടലാണ്, അടിച്ചു വിടാണ്. മനസ്സിലായോ? എനിക്ക് പറയാൻ സമയമില്ല. 9:25. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞങ്ങളെ നാട്ടിലൊരു ജാറുണ്ടായിരുന്നു, എൻ്റെ ഉമ്മാൻ്റെ നാട് ആലപ്പുഴ. അവിടെ ഒരു ജാറുണ്ട്, അറബി സയ്യിദ് തങ്ങളെ ജാറം. മൂപ്പരെ കജ്ജാണ് ഇവിടെ എന്ന് പറയുന്നത്, എന്നല്ല കേട്ടാ, മൂപ്പര് ഫുൾ അവിടെ ഉണ്ട്. ഇതേതാറുടെ കൈയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് ചിലയിടത്തൊക്കെ കാലെങ്കിലും കിട്ടിയല്ലോ എന്നാ പറയാ. എന്താണ് ഈ കൗമിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാണ്. കജ്ജെങ്കിൽ കജ്ജ്, ഇനി ബരലാണെങ്കിൽ ബരല്, അത് മാത്രം കിട്ടിയാലും മതി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ നാട്ടിൽ ഭയങ്കര കറാമത്ത് പറയും. എന്താണെന്നറിയോ? അവിടെ നേർച്ച പല കാര്യങ്ങളുണ്ട്. അപ്പം അവിടെ ഒരു പ്രത്യേകത, അവിടെ ഈ തെങ്ങൻ തൈയാണ് തൈ വെക്കാന്ന് നേർച്ചുണ്ട്. തെങ്ങൻ തൈ വെക്കാൻ. അപ്പം തെങ്ങൻ തൈ വെക്കാന്ന് പറഞ്ഞാൽ ഒരു തെങ്ങുണ്ട് തൈ ഉണ്ടാവും, അതിങ്ങനെ എടുക്കും, ഇങ്ങനെ ഉജ്ജും അവിടെ വെക്കും, പിന്നെ എടുക്കും ഉജ്ജും, അങ്ങനെ വെക്കും. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഭയങ്കര കറാമത്തട്ടോ അവിടെ. എന്തെന്ന് ചോദിച്ചു. അവിടെ തലക്കുയ്യാൻ വേണ്ടിയിട്ട് ഒരു തെങ്ങുണ്ടല്ലോ, കുഞ്ഞു തെങ്ങ്, അതെത്ര കാലമായിട്ടുണ്ടാവും, അത് വാടുന്നേ ഇല്ല എന്നാണ്. അത് വല്ലപ്പോഴും വന്ന് കണ്ടുപോകുന്നവനിക്കത് വാടൂല. അതിൻ്റെ ഒറിജിനൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. കുറച്ച് ദിവസം ആട്ടും, പിന്നെ കൊണ്ട് നടും, വേറെണ്ണം പൊക്കും, പിന്നെ ആട്ടണ ഇവനായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരു ഈ കറാമത്ത് എന്നോടാണ് ഈ പറയണത്. അതാണ് രസേ. അതിൻ്റെ ഉള്ളില്, ജാറത്തിൻ്റെ ഉള്ളില് മാലപാടിയും മൗലിദോതിയും അതിന് വേണ്ട പണിയൊക്കെ ചെയ്തുകൊണ്ടിടന്ന് എന്നോട് പറയാണെന്ത് അതിൻ്റെ കറാമത്ത്. എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ ഈ രൂപത്തിലൊക്കെയുള്ള കുറേ കഥകൾ അടിച്ചുവിട്ട് ആളുകളെ അതിലേക്ക് തെളിച്ചു കൊണ്ടുപോയി ഇപ്പം നടക്കുന്ന. അപ്പം ഇനി ഏതെങ്കിലും ഉസ്താദന്മാർ പറയും, അല്ല മൗലവി നീ പറഞ്ഞതല്ല ശരി, അവിടെ പോയ ആളുകൾക്കൊക്കെ മഹാന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ മഹാൻ അവരെ സഹായിച്ചിട്ടുണ്ട്, എത്രയോ ആളുകൾക്ക് അങ്ങനത്തെ അനുഭവമുണ്ട്. ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ നിങ്ങളെ കർണാടകയിൽ അറിയപ്പെടുന്ന ടെമ്പിൾ ഏതാ? ധർമ്മസ്ഥല. ഇവിടെ തൊട്ടടുത്താണല്ലോ. ആ ധർമ്മസ്ഥലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേക്ക് പോയപ്പോൾ അത് കണ്ടിട്ടുണ്ട്, പേരോർമ്മയില്ല. ആ ധർമ്മസ്ഥല എന്ന് പറയപ്പെടുന്ന ആ ടെമ്പിൾ, അവിടെ പോകുന്ന ആയിരക്കണക്കിന് വിശ്വാസികളില്ലേ, അവിടെ പോയി തങ്ങളുടെ ആവശ്യം നിറവേറ്റിയ ആളുകളൊന്ന് വരാൻ പറഞ്ഞാൽ എത്ര ആളുകളുണ്ടാവും? ഇവിടെ ഉണ്ടാവൂലേ? അപ്പോ അവരെ വിളിച്ചൂടെ? ഇനി ഞങ്ങളെ നാട്, എൻ്റെ ബാപ്പാൻ്റെ നാട് ഇടുക്കിയിൽ മുണ്ടക്കയം കൂട്ടിക്കൽ എന്ന് പറഞ്ഞ പ്രദേശമാണ്. അതിന് തൊട്ടടുത്താണ് ഈരാറ്റുപേട്ട എന്നറിയപ്പെടുന്നത്. ആ ഈരാറ്റുപേട്ടക്കടുത്ത് ഭരണങ്ങാനം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ക്രൈസ്തവ മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു ഖബറിടുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന ആളെ പേരെന്താണെന്നറിയോ? വിശുദ്ധ അൽഫോൻസാമ്മ. അവിടെ നിങ്ങൾ വന്നാൽ അവിടെ കാണാം
വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഖബറിടം ധ്യാന കേന്ദ്രമാണ്. അവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആ ഖബറിടത്തിൽ നിന്ന് രോഗശാന്തി കിട്ടുന്നു, അവർക്ക് അവിടുന്ന് വലുതും കിട്ടുന്നു എന്ന് അവർ പറയുന്നു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഊരും പേരറിയില്ല, മശൂറൊട്ടും കുറവില്ല, ബഹുമാനം നിറഞ്ഞുള്ള നാട്, നല്ല വെളിയങ്കോട്ട് ഉമർ ഖാലി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട് എന്ന് പൊന്നാനി മുനമ്പത്ത് ബീവി, പുതുപൊന്നാനിയിലെ മുനമ്പത്ത് ബീവിയെക്കുറിച്ച് അവരെ ഊരും പേരൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര മഷഹൂറാണ്. അവരുടെ അടുത്ത് വന്നാൽ ഉത്തരം റെഡിയാണ്, കാര്യങ്ങളൊക്കെ നേടും എന്ന് ഊരും പേര് പോലില്ലാത്ത ഒരാളെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് അൽഫോൻസാമ്മന്റെ ഖബറിടത്തെ കുറിച്ച് പറയലല്ലേ? കാരണം അവിടെ നിന്നും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ ചോദ്യം ആളുകൾ ചോദിക്കുമ്പോൾ ഇതേ സംഗതികൾ ആലോചിക്കുമ്പോൾ അപ്പൊ പിന്നെ പടച്ചോൻ വിളിക്കണ്ട ഇല്ലല്ലോ. അപ്പൊ എന്താ? അതാ ഞാൻ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാത്തത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ അള്ളാഹുവിൻ്റെ 2 പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വിശേഷണം അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്ന വിശേഷണം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ദീന് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, അതേ നിങ്ങൾ തഫ്സീർ നോക്കണ്ട, അഖീദ കിതാബ് നോക്കണ്ട, മറിച്ച് നിങ്ങൾ പഠിക്കുന്ന നഹ്വിന്റെ കിതാബ് എടുത്താൽ മതി. അതിൽ തുഹ്ഫത്തുൽ വർദിയ എന്ന് പറയുന്ന ഒരു ബൈത്ത് കിതാബുണ്ട്. അതേ ബൈത്തിലൂടെ ഗ്രാമർ പറയുന്ന കിതാബാണ്. ആ തുഹ്ഫത്തുൽ വർദിയ പരിശോധിച്ചാൽ, ഇനി വേണ്ട അതും വിട്ടേക്കുകയാണ്, തുടക്കക്കാരനായ വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്, മീസാനുണ്ടല്ലോ, അതേ ഗ്രാമർ പറയുന്ന ഒന്നാമത്തത്, അതേ മീസാനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നിടത്ത് അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അൽ മുഹ്സിനു ഇലൽ ബിർരി വൽ ഫാജിരി ബിർറിസ്ഖി വദഫ്ഇൽ ആഫാത്ത്. അതേ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന നന്മയുള്ള നല്ലവനായ മനുഷ്യനും റബ്ബിനെ എതിർത്തുകൊണ്ട് റബ്ബിനെ ആക്ഷേപിച്ചുകൊണ്ട് ജീവിക്കുന്ന കെട്ടവനായ മനുഷ്യർക്കും ഈ 2 കൂട്ടം ആളുകൾക്കും അതേ നന്മ നൽകി ഗുണം നൽകുന്നവനാണ്, ഉപജീവനം കൊടുക്കുന്നവനാണ്, പോരാ അവർക്ക് വരുന്ന ആപത്തുകൾ തടുക്കുന്നവനാണ്. അതേ ജാറത്തിൽ പോയവന്റെ അവന്റെ ആഗ്രഹം നടന്നെങ്കിൽ, അവന്റെ രോഗം മാറിയെങ്കിൽ അത് ജാറത്തിൽ കിടക്കുന്നവന്റെ കഴിവല്ല, അല്ല ഇവര് തീരുമാനിച്ച കാര്യമാണ്. അതവൻ അവിടെ പോയിട്ടില്ലെങ്കിലും ലഭിക്കുന്നതാണ്. പക്ഷേ റബ്ബിന്റെ പരീക്ഷണത്തിൽ ഇവൻ പരാജയപ്പെട്ടു. ജാറത്തിലേക്ക് പോയതോടെ അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ ഇവൻ പരാജയപ്പെട്ടു. അതേ വേറൊരുത്തൻ അനുഭവം പ്രയാസം വരുന്നു, അവൻ ജാറത്തിൽ പോകുന്നില്ല, അവൻ മരത്തിൻ്റെ അടുത്ത് പോകുന്നില്ല, അവൻ കല്ലിൻ്റെ അടുത്ത് പോകുന്നില്ല, അവൻ ഏത് തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്കും പോകുന്നില്ല, അതേ ജ്യോത്സ്യനെ കാണാൻ പോകുന്നില്ല, അസ്മാ തൽസമാത്തിന് വേണ്ടി ഇരിക്കുന്നവന്റെ അടുത്തും പോകുന്നില്ല. എൻ്റെ റബ്ബെനിക്ക് തീരുമാനിച്ചതാണെന്ന ചിന്തയിൽ റബ്ബേ നീ എനിക്ക് മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവനിരിക്കുമ്പോൾ അവനും ഒരു പക്ഷേ അള്ളാഹു മാറ്റിക്കൊടുക്കും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, അള്ളാഹു അവനെ പരീക്ഷിച്ച ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുക കൂടി ചെയ്തു. ഇത് മനസ്സിലാക്കണം. അതാണ് അള്ളാഹിനെ പഠിക്കാൻ പറഞ്ഞത്. അള്ളാഹുവിനെ മനസ്സിലാക്കണം. അപ്പൊ റബ്ബിനെ അറിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും ഒരു കാര്യവും ഒരുത്തൻ്റെ കയ്യിലുമില്ല.
കാരണം എല്ലാത്തിൻ്റെയും നിയന്ത്രണം അല്ലാഹുവിൻ്റെ അടുത്താണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനവനാണ്. അവൻ്റെ മേലെ നിയന്ത്രിക്കാൻ പറ്റുന്നവൻ ഇല്ല. നിങ്ങൾ ആരെടുത്ത് പോയി സങ്കടം പറഞ്ഞാലും അവർക്കാർക്കും തന്നെ നിങ്ങളെ സഹായിക്കാനുള്ള കഴിവില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ. ചോദ്യം, ആരാണ് പ്രയാസപ്പെട്ട് ഗതിമുട്ടി നിൽക്കുന്നവൻ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ ആരുണ്ട്? ഇവിടെ എന്താ പറഞ്ഞത്? പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ഏറെ മികന്തുള്ള പേറ്റ് വരുത്തത്തിൽ ഇന്ത്യ സ്വഹാബികൾ പെരീനെ ഓതുകിൽ കുറിമുടിയും നമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ലാ ശക്കെന്നോവർ. ഏറെ പ്രയാസപ്പെട്ടിരിക്കും, വിളിച്ചോ ബദരീങ്ങളെ, അവര് വന്ന് ഇങ്ങനെ എൻ്റെ പെണ്ണുങ്ങളെ പ്രസവം എടുത്തു വരും. സുബ്ഹാന ജല്ല ജലാലുഹു. എങ്ങനെ ഇവർക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിയാ? സഹോദരന്മാരെ ആലോചിക്കുക, എങ്ങനെ നന്ദി രേഖപ്പെടുത്താൻ കഴിയും? അല്ലാഹ് അൽഹംദുലില്ലാഹ്, നീ എനിക്ക് തന്ന അനുഗ്രഹമാണ് റബ്ബേ എന്ന് പറയാൻ എങ്ങനെ കഴിയും? കാരണം ക്രെഡിറ്റ് മുഴുവനും മറ്റൊരു കൊണ്ടുപോയില്ലേ? ക്രെഡിറ്റ് മറ്റയാൾ കൊണ്ടുപോയി. നീ മാത്രല്ല, പടച്ചവന്റെ തീരുമാനം വരെ മാറ്റുന്ന പറയാ. പഴയ കാലത്ത് മുഹ്യിദ്ദീൻ ശീഖന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എല്ലാം തള്ളാന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് മുഹ്യിദ്ദീൻ മാല എഴുതിയ ഖാലി മുഹമ്മദിന് മനസ്സിലായിട്ടുണ്ട് ഇത് കുറെ തള്ളൊക്കെയാണെന്ന്. അതുകൊണ്ട് തന്നെ മൂപ്പർ അവസാനം എല്ലാ വാക്കും അവസാനിപ്പിച്ചത് ഓവർ എന്ന് പറഞ്ഞുകൊണ്ടാണെന്നാണ് അല്ലേ? മുമ്പ് NB പ്രസംഗം പറയാറുണ്ടത്. ഒരുപക്ഷെ ഈ മൊയ്തീൻ മാല എഴുതിയ ആൾ അവിടെ ചെല്ലുമ്പോൾ രക്ഷപ്പെടും. ചിലപ്പോൾ അയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? പടച്ചോൻ ചോദിക്കും എന്ത് തോന്നിയാ സടിജ എഴുതി വെച്ചെന്ന്. അപ്പോൾ അയാൾ പറയും, പടച്ചോനെ, ഞാൻ ആ സമയത്ത് എഴുതേണ്ട ഒരവസ്ഥയിൽ എഴുതിയതാണ്, പക്ഷെ എനിക്കിത് മനസ്സിലായത് ശരിയല്ല, അതുകൊണ്ട് ഓരോ വാക്കും അവസാനിക്കുമ്പോൾ ഞാൻ ഇപ്പറഞ്ഞത് ഓവറാണ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് എന്ന് അല്ലേ? വന്നോവർ, നിന്നോവർ, പോയോവർ, ചെയ്തോവർ ഒക്കെ ഓവറാണ്. മനസ്സിലായി? ഈ ഓവർ വർത്തമാനങ്ങളായിരുന്നു ഭൂരിപക്ഷവും. ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിയാനി പ്രസംഗിച്ചു, അതൊക്കെ ഭയങ്കര തള്ളായിട്ടാ പറയാ. പക്ഷെ മുഹ്യിദ്ദീൻ മാല അതിനേക്കാളും വലിയ തള്ളാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസം സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ മുഹ്യിദ്ദീൻ മാല പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഇപ്പൊ പറഞ്ഞെന്താ, ഒരാൾക്ക് പെൺകുട്ടികളാണ്, ഓൻ ആൺകുട്ടി വേണം. അപ്പൊ മൂപ്പര് നേരെ എന്ത് ചെയ്തു? പടച്ചോനാണ് നമ്മൾ പറയാം അല്ലേ, പടച്ചോനെ പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയെ തന്നിരുന്നെങ്കിൽ ഖൈറായി, അല്ല പെൺകുട്ടിയെ തന്നെയാണെങ്കിൽ അതും ഖൈർ തന്നെയാണ്, നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഈ ചങ്ങായി അത് നേരെ കോഴിക്കോട്ടേക്ക് വിട്ട്, കാരണം പെരുന്നാൾ അവിടെ ആണല്ലോ. അങ്ങനെ കോഴിക്കോട്ടിൽ നിന്ന് മൂപ്പരോട് പറഞ്ഞു, എനിക്ക് മൊത്തം പെൺകുട്ടികൾ, അതൊരു ആൺകുട്ടീനെ വേണം. അപ്പം മൂപ്പര പെണ്ണുങ്ങൾ ഗർഭിണിയാണല്ലോ, ഗർഭം തുടങ്ങിയ സമയമാണ്. അപ്പം ഇനി ലിംഗനിർണ്ണയമൊക്കെ പെട്ടെന്ന് നടത്തുമല്ലോ, അപ്പോഴത്തേക്ക് മൂപ്പരെ ഇടപെട്ടാൽ മതി. അങ്ങനെ മൂപ്പര് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഇഞ്ചി പോയിക്കോ, അത് ആൺകുട്ടി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ആ ആഗ്രഹത്തിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ പ്രസവ ദിവസം എത്തി. ലേബർ റൂമിൻ്റെ മുന്നിൽ ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഇപ്പം വരും, ഇപ്പം വരും, അങ്ങോട്ടിയായിരിക്കും ഷെയ്ഫുന പറഞ്ഞതല്ലേ. അങ്ങനെ പ്രസവം നടന്നു. പ്രസവം കഴിഞ്ഞു എന്നുള്ള വിവരം വിളിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ആ കുട്ടീനെയും കൊണ്ടുവരികയാണ്. കുട്ടീനെ ക്ലിയറാക്കി കയ്യിൽ ടാഗൊക്കെ അടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ നേഴ്സിങ്ങോട്ട് കൊണ്ടുവന്ന്, എന്താ കുട്ടി നിങ്ങളെ കുട്ടിയാണ്, പെൺകുട്ടിയാട്ടോ എന്ന് പറയും. ചങ്ങായി നിന്നേടത്ത് നിന്ന് ഇങ്ങനെ ബേജാറായി. എൻ്റെ മൂപ്പര് ഒറ്റപ്പെടൽ, കുട്ടീനെ മോന്തൊക്കെ നോക്കിയിട്ടില്ല, ഒറ്റപ്പോക്ക്. അയാൾ നേരെ പോയത് കോഴിക്കോട്ടത്തേക്കാ. മടവൂര് വന്നിട്ട് ഷെയ്ഖുനാൻ, അന്ന് ഷെയ്ഖുന ജീവിച്ചിരിക്കാന്നൊക്കെ പറയണത്. എന്തായാലും ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താണ്, നിങ്ങൾക്ക് ആൺകുട്ടിയാകുന്നാ പറഞ്ഞ്, അപ്പോൾ പ്രസവം നടന്നിക്കണ്, ഞാൻ വന്ന് അവിടെ നേഴ്സ് പറഞ്ഞത് പെൺകുട്ടി തന്നെയാണ് എന്നാ നിങ്ങൾ പറഞ്ഞ നടന്നില്ലല്ലോ എന്ന്. ഇപ്പം ഇങ്ങനെ കുറച്ച് നേരം അവിടെ, ആ കുഴപ്പമില്ല, വൈക്കോളി, അതിനെ ഞാൻ ആണാക്കിയിട്ടുണ്ട് എന്ന്.
അതിനെ ഞാൻ ആണാക്കിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇയാൾ മണ്ടി തിരിച്ചോടി ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പം ഇത് ഞാൻ ആലോചിക്കുകയാണ്, ഈ പ്രസവം എടുത്ത ഡോക്ടറുടെ അവസ്ഥ എന്തായിരിക്കും? ഈ കുട്ടീൻ്റെ കയ്യിലൊരു ടാഗ് അടിച്ചിട്ടുണ്ടാകോ അല്ലേ, F1 M1 ഫീമെയിൽ എന്നും മെയിൽ എന്നൊക്കെ? അല്ല, പറയുമ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പടച്ചവന്റെ തീരുമാനം പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോട് ചൊല്ല്, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. എന്തിങ്ങനെ ഇവൻ പാടിയിൽ വല്ല കുഴപ്പമുണ്ടോ? കാരണം അതിനും വലുത് ഞങ്ങൾ പറയണത്. അപ്പൊ പഠിക്കണം മക്കളെ, അള്ളാനെ പഠിക്കണം. കുറേ അബദ്ധങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കിയാൽ മതി. അത് മുജാഹിദ് പറഞ്ഞത് കൊണ്ട് മോശമാണെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ അള്ളാന്റെ ഖുർആനിലേക്ക് ഇറങ്ങിക്കോ, പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിക്കോ, പ്രവാചക വചനങ്ങളിലേക്ക് ഇറങ്ങിക്കോ, കൃത്യമായി ബോധ്യപ്പെടും. പക്ഷെ എന്ത് വേണം? ഒരൽപ്പം ഇയാളെ കൂടി ഒന്ന് ഉപയോഗപ്പെടുത്തിയേക്കണം. ആരെ? അല്ല നമുക്ക് നൽകിയ അഖ്ലിനെ. അത് ഏതെങ്കിലും ആളുകളുടെ അടിയിൽ കൊണ്ട് തലേൻ്റെ അടി, അവരെ കാലിൻ്റെ അടിയിൽ കൊണ്ട് തല വെച്ചിട്ടുണ്ടെങ്കിൽ ഇലാ യൗമിൽ ഖിയാമ ഇത് മനസ്സിലാവില്ല. ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച, പടച്ചോനെ ശരിയല്ല റബ്ബേ എന്നാലോചിച്ച അപ്പ പിടിക്കും, അപ്പ കിട്ടും ഒരു സ്പാർക്ക്. ആ സ്പാർക്ക് ഉണ്ടല്ലോ, അത് തൗഹീദിന്റെ സ്പാർക്കാണ്. പ്രപഞ്ചനാഥനായ റബ്ബ് നിനക്ക് നൽകുന്ന റുഷ്ദിന്റെ നൂറാണ്. ആ നൂറാണ് നിന്റെ കൽബിലേക്ക് പടർന്ന് തൗഹീദിനെ മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നിനെയും പേടിക്കാതെ. ഒരു കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അൻസാർ സാഹിബ്, നിങ്ങൾക്ക് അറിയാലോ. ഖബർസ്ഥാനുള്ള വിശാലമായ ഖബർസ്ഥാന്റെ അടുത്തുകൂടി രാത്രി 12 മണിക്ക് വരുമോയെന്ന് ചോദിച്ചാലോ, അന്ന് ഇങ്ങനെ മുട്ടിടിക്കുമായിരുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവില്ല, റൂഹാനി ഉണ്ടാവും എന്നൊക്കെ പേടിച്ചല്ലേ. നിങ്ങളോട് പറഞ്ഞാലോ, ഹലോ, ഇന്ന് നിങ്ങളോട് പറയാം രാത്രി 12 മണിക്ക് പള്ളിയിലെ ഖബർസ്ഥാൻ്റെ അടുത്തൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ, നിങ്ങൾ എന്ത് പറയും? പോകുന്നോ പോകില്ലാന്നോ? പോകും. അതെന്താ നമുക്ക് ബോധ്യമായി സംഗതികളൊക്കെ. ഇതിലൊന്നുമില്ല, ഇതിവർ പേടിപ്പിച്ച് നിർത്തിയ തന്ത്രമായിരുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവാണ്. പക്ഷെ എനിക്കതിൻ്റെ രണ്ടാമത്തെ പാർട്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. അത് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ എന്ന മുത്തുമണിയെ, ആ പ്രവാചകൻ എന്ന മുത്തു ഹബീബിനെ മാറ്റിവെച്ചുകൊണ്ട് എനിക്കൊരമല് ചെയ്യുക സാധ്യമല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും എനിക്ക് കൃത്യമായ അജണ്ട നിശ്ചയിച്ചു തന്നത്, എനിക്ക് കൃത്യമായ ദിശാബോധം കാണിച്ചു തന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അവനെങ്ങനെ നിസ്കരിക്കണം? റസൂലുള്ള നിസ്കരിച്ച പോലെ. അവന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാവണം? അത് അല്ലാഹുവിന്റെ റസൂല് ചെയ്തതുപോലെയാവണം. ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ ആ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അതേ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണോ പഠിപ്പിച്ചത് അതിനപ്പുറത്തേക്ക് കടന്നിട്ടൊരു വർത്തമാനം വേണ്ട. അതേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് പിൻപറ്റേണ്ടതെന്ന് ചോദിച്ചാൽ അതേ, അതിനൊരൊറ്റ പ്രധാനപ്പെട്ടൊരു വാക്ക് മാത്രം ഞാൻ പറയാം. അതെന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വിശ്വസിച്ചതും പിൽക്കാലത്ത് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്തതും അതേ മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ വാക്കുണ്ട്. അതേ 23-ാം അധ്യായം
സൂറത്ത് 24 അധ്യായം സൂറത്ത് നൂറിന്റെ 63 വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അതേ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. അതിലൊരൊറ്റ വാക്ക് ഞാൻ പറയാം. അതെ, ഈ ആയത്തിന്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ അമ്രിനെതിരായ ഒരു പ്രവർത്തനവും ഉണ്ടായി പോകരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫതൂസനുൽ അഖ്വാലു വൽ അഅമാലു ബിഅഖ്വാലിഹി വഅമാലിഹി ഫമാ വാഫഖ ദാലിക ഖുബില വമാ ഖാലഫഹു ഫഹുവ മർദൂദുൻ അലാ ഖായിലിഹി വഫാഇലിഹി കായിനം മാ കാൽ. ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ നിസ്കാരത്തിൽ ഞാൻ നിസ്കരിച്ച പ്രവർത്തനങ്ങൾ, അതിൽ ഖിയാമുണ്ട്, റുകൂഉണ്ട്, സുജൂദുണ്ട്, ഇഅ്തിദാലുണ്ട്, അത്തഹിയ്യാത്തുണ്ട്, ജുലൂസുണ്ട്, ഖൗലിയായ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ തുലനം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവർത്തനത്തോടാണ്. നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ പാടില്ല. കണ്ടോ നിങ്ങൾ? നിസ്കാരം കഴിഞ്ഞ് എല്ലാ വഖ്തിനും ഇമാം ദുആ ചെയ്ത് മഅ്മൂമുകൾ ആമീൻ പറയുക എന്നത് ഫിഅലുർ റസൂലല്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തത് കാണുന്നില്ല. പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരത്തിനു ശേഷവും തിരിഞ്ഞിരുന്നുകൊണ്ട് ദുആ ചെയ്യുകയും മഅ്മൂമുകൾ ആമീൻ പറയുകയും ചെയ്തത് പ്രമാണത്തിലില്ല. എന്നാൽ ഏതോ ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസും നമുക്ക് കാണാം. അത് ആദത്തല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞാൽ ഇമാം അവിടുന്ന് എഴുന്നേറ്റ് മാറലാണ് വേണ്ടത്. ഒന്നെങ്കിൽ അയാൾ അങ്ങോട്ട് നീങ്ങിയിരിക്കുക. ഇമാമത്തിന്റെ പണി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നതോട് കഴിഞ്ഞു. പിന്നെ അയാൾ ഇമാമല്ല. പിന്നെ അയാൾ പറയണോന്നൊക്കെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് തന്നെ ഇല്ലാത്തതാണ്. അപ്പൊ അതിന്റെ കൂട്ടൊരു 3 സ്വലാത്തും കൂടിയാലോ? അപ്പൊ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ മാതിരിയായി. ഇതൊന്നും പ്രവാചക പ്രവർത്തനമല്ല. അതുകൊണ്ട് ചെയ്യുന്നത് തുലനം ചെയ്യണം. എങ്ങോട്ട് തുലനം ചെയ്യണം? ഇമാം എന്ത് കാണിച്ചു, ഷാഫി ഇമാം എന്ത് പറഞ്ഞു, അബൂ ഹനീഫ് അതല്ല, അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു. കാരണം ഷാഫിഈ മദ്ഹബിൽ ഷാഫി ഇമാം പറഞ്ഞിട്ടുള്ളത് സ്വഹീഹായി പ്രവാചകൻ നിവേദനം ചെയ്യപ്പെടുന്ന വിഷയം ഏതാണോ അതാണ് അംഗീകരിക്കേണ്ടത് എന്നാ. അമൽ ചേർക്കപ്പെടണം. മനസ്സിലായോ? അപ്പൊ മനസ്സിലാകും ഇതിലില്ല. ഇല്ലെങ്കിൽ ആര് പറഞ്ഞാലും തൊട്ടണം. നോമ്പെടുക്കുന്നു, റജബ് നോമ്പ് കഴിഞ്ഞു പോയി. 20ഓളം ഹദീസുകൾ ദുർബലം, 11 ഹദീസുകൾ നിർമ്മിതം ആ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. റജബിൽ ഒരു നോമ്പിന് വേണ്ടി. എന്നിട്ടും അങ്ങോട്ട് ഒത്തില്ല. ഇപ്പതാ അടുത്തൊരെണ്ണം വരുന്നുണ്ട്, വരാത്ത നോമ്പ്. എന്താണ്? വരാത്ത നോമ്പ് അല്ല, വരാത്ത നോമ്പ് എന്നാണ്. വരാത്ത നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലവും വരാത്ത നോമ്പ് എന്നാണ്. ഇനി ബറാഅത്ത് എന്നാണ് അതിന്റെ പേരെങ്കിലും ഉറപ്പാണ്. ബറാഅത്തുൻ അനിൽ പിന്നെ അനിൽ അജ്ർ വേണമെങ്കിൽ പറയാം. അജ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്ന് പറയാം. കൂലി ഇട്ടാത്ത നോമ്പ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 21 നോമ്പ് നോക്കിയിട്ടില്ല. 15 മാത്രമായിരുന്നു നോമ്പ് നോക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ സ്വഹീഹായ ഹദീസിൽ. ഇല്ല. പിന്നെ 13, 14, 15 നോമ്പുണ്ടോ? അതെല്ലാ മാസവും ഉണ്ട്. അയ്യാമുൽ ബീളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നോമ്പ്, അതിന് മാത്രം നോമ്പെടുക്കാം. ആ അമൽ നോക്കാം. റസൂൽ ചെയ്തോ? റസൂൽ പറഞ്ഞോ? റസൂൽ അംഗീകരിച്ചോ? ഇല്ല. എന്നാ വേണ്ട. ഇപ്പോഴാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള പൂർത്തിയാകുക. മറ്റേത് ഞാനും കുഞ്ഞാപ്പൊക്കെ നിങ്ങളാളാട്ടോ എന്ന് പറഞ്ഞ് അടക്കണമാര് അടക്കാം. അങ്ങനെ ഉണ്ടല്ലോ. രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പറയും, ഞാനും കുഞ്ഞാപ്പും ഈ മുനീറും ഇവരൊക്കെ ഞങ്ങളൊക്കെ നിങ്ങളാൾ തന്നെ കേട്ടോ, ഓട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കേട്ടോ
എന്ന് പറഞ്ഞിങ്ങനെ കൂടെ കൂടെ അതിന് പറ്റും. പക്ഷെ ഒറിജിനൽ ഫോളോവർ ആവില്ല. ഒറിജിനൽ ഫോളോവർ ആവണോ? അള്ളാന്റെ റസൂൽ ചെയ്തത് എന്താണെന്ന് പരിശോധിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അപ്പോഴാ ഇഷ്ടം ഉണ്ടാകുക, അപ്പോഴാ സ്നേഹം വരിക. അതാണ് റസൂലുള്ള പറഞ്ഞത്, മൻ അഹബ്ബനി ഫൽയസ്തന്ന ബിസുന്നതി. എന്നെ നിനക്കിഷ്ടമാണോ എങ്കിൽ ഉറപ്പ് നീ എൻ്റെ ചര്യയെ നിന്റെ ജീവിതത്തിൻ്റെ ചര്യയാക്കുന്നതാണ്. എൻ്റെ ചര്യ നിന്റെ ജീവിതചര്യ അല്ലെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വാക്കിനർത്ഥമില്ല. ഇതല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമാണ് കാര്യങ്ങളെ. അങ്ങനെ ഗൗരവതരമായി പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇത് ഇങ്ങനെ ശക്തമായി പറയേണ്ടി വരുന്നത് ഇതിനെതിരായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുകയും എന്നാൽ അതാണ് അഹ്ലുസുന്നത്തെന്നും അതാണ് ശരിയായ ഇസ്ലാം എന്നുമൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ല മക്കളെ അതല്ല. അതുകൊണ്ട് പഠിക്കാനൊരു സൗകര്യം ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ലേൺ ദ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പഠന സംരംഭമുണ്ട്. പുതിയ 15ാമത്തെ ഭാഗത്തിൽ നമുക്ക് പറയാം സൂറത്ത് അൽ ഖസസ്, സൂറത്ത് അൽ അങ്കബൂത്ത്, സൂറത്ത് അർ-റൂം 28, 29, 30 ഈ 3 അധ്യായങ്ങളാണ് പഠിക്കേണ്ടത്. ഈ 3 അധ്യായങ്ങളുടെ പരിഭാഷ കന്നഡയിലുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, ലഭ്യമാണ് ഇവിടെ. നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും ഒരെണ്ണം വാങ്ങണം. കാരണം ഇത് അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കലാണ്. വായിക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ടാകും. പാഠം പഠിച്ചിട്ട് ചോദ്യം നോക്കിയിട്ട് ഉത്തരം എന്ത് ചെയ്യണം? എഴുതാനുള്ള സന്ദർഭം വരും. അപ്പങ്ങളും തോന്നോളൂ, ഉത്തരം എഴുതി കൊടുത്തോളൂ. വലിയ വലിയ പ്രതിഫലം, അഥവാ ശരിക്കും പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ഉണ്ട്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് സമ്മാനവും കിട്ടും. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് മദ്കൂറല്ല, മറിച്ച് റബ്ബിൻ്റെ അടുത്ത് നമുക്ക് വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. കാരണം പരിശുദ്ധ റമദാൻ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു. റമദാൻ കടന്നു വരുമ്പോൾ ഖുർആൻ പാരായണത്തിനും അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വാങ്ങണം കേട്ടോ. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഒരെണ്ണം കൊണ്ടുപോകണം. 100 റുപ്യാണ് അല്ലേ മോനെ? 100 റുപ്യാണ് ഇതിൻ്റെ വില. അപ്പോൾ എൻ്റെ ഖുർആൻ നമ്മളെ നാട്ടിലൊക്കെ വിതരണം ചെയ്ത് പഠനവും തുടങ്ങിക്കഴിഞ്ഞ ആളുകൾ, പഠനം വരെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഇത് ഇംഗ്ലീഷാണ്, ഇനി കന്നഡ വേണ്ട ആളുകൾക്ക് അവിടെ ഉണ്ടാകും, അതും ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ ഒരു 100 റുപ്യ ഈ പുസ്തകത്തിൻ്റെ വില, ഈ പുസ്തകം ഇങ്ങനെ അടിച്ചുണ്ടാക്കുമ്പോൾ ഒരു പൈസ ഉണ്ടാവില്ലേ, അതിൻ്റെ വില നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ആ സാധനം വാങ്ങുക. അതിന് 100 റുപ്യക്കൊന്നും ഈ സാധനം കിട്ടൂലട്ടാ. കിട്ടുക ഇങ്ങനത്തെ ഒരു ബുക്ക് 100 റുപ്യക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ല ഉണ്ടോ? കിട്ടുമെന്നോ ഇല്ലാന്നോ? കിട്ടൂല. അപ്പോൾ ആദായമാണ്. 100 റുപ്യ കൊടുത്താൽ മതി, കിട്ടും. ഇൻഷാ അല്ലാഹ് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സൗത്ത് കർണാടകയുടെ വിവിധ പ്രദേശങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന SKSMൻ്റെ നേതൃത്വത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരായ ആളുകൾ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായി സഹായിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.